Hello friends, welcome back to Debo's World. ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഇൻ മൈ ബേബീസ് ഡയപ്പർ ബാഗ് ആണ്. എന്റെ കുഞ്ഞിന് 1 വയസ്സും 3 മാസവും പ്രായമാണ്. അവളെയും കൊണ്ട് ഞാനൊരു ഹാഫ് ഡേ ഔട്ടിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെയാ എന്റെ ഡയപ്പർ ബാഗിൽ എടുക്കുന്നതെന്ന് കണ്ടാലോ? അപ്പൊ വരൂ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് എന്റെ ബേബിയുടെ ഡയപ്പർ ബാഗ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡയപ്പർ ബാഗ് ആണ്. 1 ഇയറിന് മുകളിലായി ഇത് വാങ്ങിയിട്ട്. ഇതൊരു ബാക്ക് പാക്ക് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നമുക്ക് പിടിക്കാം. ഇനി ഇതിന്റെ ഓരോ കമ്പാർട്ട്മെന്റ്സിലും എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇതാണ് ഫസ്റ്റ് കമ്പാർട്ട്മെന്റ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 3 പൗച്ചസ് കാണാം. ഇത് തെർമൽ പൗച്ചസ് ആണ് കേട്ടോ. ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫുഡൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. ഇതിൽ ഞാൻ വെച്ചേക്കുന്നത് ഇതൊരു ടോയ് ആണ് കേട്ടോ, ഫോൺ ടോയ്. അവളുടെ ഫേവറേറ്റ് ടോയ് ആണ്. അവളെയും കൊണ്ട് ഔട്ടിങ്ങിന് പോകുമ്പോൾ ഞാനിത് എടുക്കാറുണ്ട്. പിന്നെ ഫീഡിംഗ് ബോട്ടില്, ഇത് അവളുടെ സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ. ഞാനിത് കട്ട് ഫ്രൂട്ട്സും ബോയിൽഡ് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഇട്ട് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇതൊരു ക്ലോത്ത് ബുക്ക് ആണ് കേട്ടോ. കുറേ ആനിമൽസിൻ്റെ ഒക്കെ പിക്ചർ ഇതിലുണ്ട്. പിന്നെ ഇതിങ്ങനെ കുട്ടികൾ പിടിക്കുമ്പോൾ ഇങ്ങനൊരു സൗണ്ട് കേൾക്കും. ഈ സൗണ്ട്സ് ഒക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിതും എടുക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് കണ്ടുണ്ടോ, ചെറിയൊരു കള്ളിയും കൂടെ വരുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ അവളുടെ ബിപ്സ് ആണ് വെച്ചേക്കുന്നത്, ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഡ്രസ്സ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ മെയിൻ കമ്പാർട്ട്മെന്റ്സ്, ഇതിൽ അത്യാവശ്യം നന്നായിട്ട് സാധനങ്ങൾ കയറും കേട്ടോ. ഇതിന്റെ 2 സൈഡിലായിട്ട് 2 അറ പോലെ വരുന്നുണ്ട്. അതിൽ ഒന്നില് ഞാൻ ഡയപ്പേഴ്സ് വെക്കും, മറ്റേതില് വൈപ്സ്, വെറ്റ് വൈപ്സ്. ഞാൻ നോവലിന്റെ വെറ്റ് വൈപ്സ് ആണ് കേട്ടോ അവൾക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻസൈഡ് വന്നിട്ട് ഒരു തെർമൽ ഫ്ലാസ്ക് ഉണ്ട്, എപ്പോഴും ചൂടുവെള്ളം കരുതും. പിന്നെ ഇത് കണ്ടോ, ഇതിലാണ് ഞാൻ പാൽപ്പൊടി ഇട്ട് വെക്കുന്നത്. ഞാനിത് തെമൂന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ട് ബോക്സ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്പൂണും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻസൈഡ് നമുക്ക് പാൽപ്പൊടി ഇട്ട് വെക്കാം. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് 1 or 2 എക്സ്ട്രാ ഡ്രസ്സസ് ആണ്. കുഞ്ഞുങ്ങളാണ്, പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചീത്തയാവും, അതുകൊണ്ട് ഡ്രസ്സ് മസ്റ്റായിട്ട് കരുതണം. പിന്നെ ഞാനിതിലൊരു ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും 2 ഉറകൾ വരുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഒരു ചീപ്പാണ് വെറുതെ വെച്ചേക്കുന്നത്. പിന്നെ ഇനി എൻ്റെ ബാക്കില് സൈഡിലായിട്ട് ഒരു കുഞ്ഞു കള്ളിയുണ്ട്. അതിൽ ഞാൻ കുറച്ച് ടിഷ്യൂസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കള്ളി കണ്ടോ, ഈ ഒരു കള്ളി എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മെയിൻ കമ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നത്. നമുക്ക് എല്ലാം കൂടെ അതിൽ വെച്ചേക്കുന്നുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ സൈഡിൽ വെച്ചതാണ്ടുണ്ടോ. ഈ ടവലൊക്കെ നമുക്ക് ഇതുവഴി എടുക്കാം. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഈ കള്ളി. പിന്നെ ഈ 2 സൈഡിലും ഓരോ പൗച്ചസ് കൂടെ വരുന്നുണ്ട്. ഈ പൗച്ചില് ഞാൻ അവളുടെ ഒരു വാട്ടർ ബോട്ടില്, സിപ്പർ ബോട്ടിലാണ് ഇത് വെച്ചിട്ടുണ്ട് വെള്ളം കൊടുക്കാൻ. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലെ പൗച്ചില് ഞാനൊരു കവറാ വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിസ്പോസ് ചെയ്യാൻ സ്ഥലം ഇല്ലെങ്കിൽ ഈ പൗച്ചിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഡയപ്പർ ബാഗിൽ ഞാൻ കരുതുന്നത്. പിന്നെ ഇവളിപ്പം 1 year and 3 months ഓൾഡ് ആയല്ലോ. അവൾക്ക് നിൽക്കാനും നടക്കാനും ഒക്കെ ഉള്ള ഒരു പ്രായമായി. നേരത്തെ ആണെങ്കിൽ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനൊരു ഡയപ്പർ ചേഞ്ചിങ് ഷീറ്റ് കൂടെ കരുതുമായിരുന്നേ, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഡയപ്പർ ബാഗിൽ വെക്കാറ്. ന്യൂ മംസിനൊക്കെ ഈ വീഡിയോ
പ്രയോജനമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Until then, bye bye, take care, see you soon in the next video. Bye bye friends.